ഗൈസ്, നിങ്ങളിത് എൻ്റെ ഫോട്ടോത്തിൽ കണ്ട ഒരു പിക്ചർ ഉണ്ടോ, നിങ്ങൾ തത്തേനെ വെച്ചത്? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരുത്തിക്കുക. അതും തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുക. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഫോണിനെ കുറിച്ചുള്ള ചെറിയൊരു അറിവ്, ഈ ഒരു ഫോട്ടോ കണ്ടോ നിങ്ങളിതാ, തത്തയാണ്. തത്തേൻ്റെ നിഴലടക്കതെ എൻ്റെ കഴുത്തിൽ വരുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. ഇനിയിപ്പോൾ തത്തയെ മാത്രമല്ല, അതാ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ ഫോട്ടോത്തിൽ ഇതുപോലെ എന്തും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫോട്ടോത്തിൽ വരേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും, എന്തും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അതുകൊണ്ട് ഇതുപോലെ വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. യൂട്യൂബിൽ നിന്ന് കാണുന്നവർ പേജ് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഗൂഗിളിൻ്റെ ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് നിങ്ങളിവിടെ സെർച്ച് ചെയ്യേണ്ടത് ഗൂഗിൾ AI എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ തന്നെ വന്നിട്ടുണ്ടോ സ്റ്റുഡിയോ എന്നുള്ളത്? അങ്ങനെ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണാം നിങ്ങൾക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നുള്ളത്. aistudio.google.com എന്നാണ് അഡ്രസ്സ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുക. അതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈനും ഒരു എയറോയും കണ്ട, അതിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ അതിൽ നിങ്ങൾക്ക് ഈ ബിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ബിൽഡ്, ആ ഒരു ബിൽഡ് എടുക്കുക. ബിൽഡ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കുറേ ടൂളാണ്. അതിലുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്സ് ഷോപ്പ് എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലേഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഒന്ന് ലോഡാകുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലോഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്നുണ്ട് AI പവേർഡ് ഫോട്ടോ എഡിറ്റിംഗ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഈ അപ്ലോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇവിടെ താഴെ ഫസ്റ്റ് ക്ലിക്ക് ഓൺ ദ പോയിന്റ്. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഫോട്ടോത്തിൽ നിങ്ങൾക്ക് എവിടെയാണോ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് അവിടെ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ഷോൾഡറിൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഞാനവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏടെ ബേർഡ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കുറച്ചൊരു സമയം പിടിക്കും. ഒരു 2-3 മിനിറ്റ് എന്തായാലും എടുക്കും അത് പ്രോസസ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷി എൻ്റെ ചുമലിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ പിന്നെന്താ പറയുക, മീൻകൊത്തിയല്ല, വേറൊരു സാധനമാണ്. എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനം, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഒരു പക്ഷി വന്നിട്ടുണ്ട്, നമ്മൾ ബേർഡ് എന്നാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫോട്ടോ ജനറേറ്റ് ചെയ്ത് കിട്ടും. വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു മൊബൈലിൻ്റെ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.